السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. أحمده حمدا بلا أحد. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت. പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് വളരെയധികം സ്നേഹത്തോടുകൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഏറെ ശ്രേഷ്ഠതയുള്ള വിശുദ്ധ റമദാനിൻ്റെ പകലിൽ അല്ലാഹുവിനെ കുറിച്ച് പറയുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനെ അറിയുക എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ മഹത്തായ പ്രോഗ്രാമിൻ്റെ സംഘാടകർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു ചോദ്യം എൻ്റെ സഹോദരങ്ങളോട് ചോദിച്ചുകൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കാമെന്നാണ് കരുതുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് മുസ്ലിമായത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വിശ്വാസികളായത് എന്ന ഒരു ചോദ്യം ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഏതെങ്കിലും ഒരാൾ നമ്മളോട് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ മറുപടി? രണ്ട് തരത്തിലുള്ള മുസ്ലിമീങ്ങളുണ്ട്. ഒന്ന് ബൈ ചാൻസ് മുസ്ലിമീങ്ങളാണ്. ബാപ്പ, ഉമ്മ, കുടുംബം ഇവരൊക്കെ മുസ്ലിമായിരുന്നു, അതുകൊണ്ട് ഞാൻ മുസ്ലിമായി എന്ന് പറയുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അങ്ങനെ മുസ്ലിമായ ആളുകളാണ്. മറ്റൊന്ന് ബൈ ചോയ്സ് മുസ്ലിമീങ്ങളുണ്ട്. ബൈ ചോയ്സ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്ത ആളുകൾ. അവർ ജനിച്ചത് മുസ്ലിങ്ങളായിക്കൊണ്ടല്ല, മറ്റേതോ മതത്തിൽ, മറ്റേതോ ആദർശത്തിൽ, ആശയത്തിൽ പിറന്നുകൂടു ജീവിക്കുകയായിരുന്നു. ആ ആശയം അബദ്ധമാണ്, തെറ്റാണ് എന്ന് മനസ്സിലാക്കി അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിച്ച് മുസ്ലിമായ ആളുകളും നമ്മുടെയൊക്കെ ഇടയിലുണ്ട്.
ഇപ്പൊ രണ്ട് രീതിയിലുള്ള മുസ്ലിമീങ്ങളുണ്ട്. അപ്പൊ നമ്മളിതിൽ ഏതാണ്? നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകളും പറയാറുള്ളത് ഞാൻ ബൈ ചാൻസ് മുസ്ലിമാണ്, എൻ്റെ വാപ്പ മുസ്ലിമായിരുന്നു അതുകൊണ്ട് ഞാൻ മുസ്ലിമായി, എൻ്റെ കുടുംബം ഒരു ഇസ്ലാമിക കുടുംബമാണ് അതുകൊണ്ട് ആ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷം ആളുകൾ. അത് തെറ്റാണ് എന്നല്ല. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ അവൻ മുസ്ലിമാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിമായി എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ അവൻ കൊടുക്കേണ്ട ഒരു മറുപടിയുണ്ട്. അവൻ ബൈ ചാൻസ് മുസ്ലിം അല്ല, മറിച്ച് ഞാനും നിങ്ങളും പറയേണ്ട മറുപടി എന്തുകൊണ്ടാണ് നീ മുസ്ലിം ആയത് എന്നൊരാൾ ചോദിച്ചാൽ ആ ചോദ്യത്തിന് നമ്മൾ കൊടുക്കേണ്ട മറുപടി ഞാൻ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചു, ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോഴും ഈ പ്രപഞ്ചത്തിനൊരു സത്താവുണ്ട്, അള്ളാഹു ഉണ്ട് എന്ന് എനിക്ക് ബോധ്യമാവുകയാണ്. അങ്ങനെ ഞാൻ അള്ളാഹുവിനെ അറിഞ്ഞു, അള്ളാഹുവിനെ മനസ്സിലാക്കി. അങ്ങനെ അള്ളാഹുവിനെ അറിഞ്ഞും മനസ്സിലാക്കിയുമാണ് ഞാൻ വിശ്വാസിയായത്, ഞാൻ മുസ്ലിം ആയത് എന്നാണ് നമ്മൾ ഓരോരുത്തരും പറയേണ്ട മറുപടി. പക്ഷെ സത്യസന്ധമായി ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമ്മളിൽ ആർക്കൊക്കെ ഇതേ രീതിയിൽ മറുപടി പറയാൻ പറ്റും? നമ്മളിൽ ആരാണ് അള്ളാഹുവിനെ കുറിച്ച് അറിയേണ്ടതുപോലെ, പഠിക്കേണ്ടതുപോലെ, മനസ്സിലാക്കേണ്ടതുപോലെ പഠിച്ചത്? മഹാപണ്ഡിതനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, ദീനിന്റെ അസ്ൽ എന്താണ് എന്ന്, ദീനിന്റെ ഉസൂലുകളിൽപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്ന് ആരെങ്കിലും നിന്നോട് ചോദിച്ചാൽ നീ അവരോട് പറയേണ്ടത് മഅരിഫത്തുല്ലാഹ് വമഅരിഫത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമഅരിഫത്തു ദീനുൽ ഇസ്ലാം. ഇതാണ് ദീനിന്റെ അസ്ൽ. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ, ഒരാൾ വിശ്വാസിയാകണമെങ്കിൽ അയാൾ അള്ളാഹുവിനെ അറിഞ്ഞിരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനെയും ദീനിനെയും അറിയണം. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. അപ്പൊ ഒരു മനുഷ്യൻ മുസ്ലിം ആകണം, അവൻ അള്ളാഹുവിനെ അറിയണം. അള്ളാഹുവിനെ അറിയാത്തവര്, അള്ളാഹുവിനെ മനസ്സിലാക്കാത്തവർ ഒരിക്കലും മുസ്ലിം ആകാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഫഅലം, നീ അറിയണം, നീ പഠിക്കണം, നീ മനസ്സിലാക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ആരാധനക്കർഹനാണ് അല്ലാഹുവാണ്, അല്ലാഹു മാത്രമാണ് എന്ന് എന്ത് ചെയ്യണം? നീ പഠിക്കണം, നീ മനസ്സിലാക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാ സഹോദരങ്ങളെ നമ്മൾ അല്ലാഹുവിനെ പഠിക്കുന്നത്? അല്ലാഹുവിനെ കുറിച്ച് എന്തിനു മനസ്സിലാക്കണം? നമുക്കൊരു മരണമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ നിലച്ചിരിക്കാത്ത സമയത്ത് മരണം നമ്മളെയൊക്കെ പിടികൂടും. മരണം നമ്മളെ പിടികൂടിയാൽ പിന്നെ നമ്മൾ മയ്യത്താണ്. പിന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ മയ്യത്ത് മറമാടുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മുടെ മയ്യത്ത് മറമാടി അവർ തിരിച്ചു പോന്നാൽ നമ്മുടെ സമീപത്തേക്ക് മലക്ക് വന്ന് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താ? മൻ റബ്ബുക, മൻ റബ്ബ്, ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നിന്റെ റബ്ബ്? അപ്പൊ നോക്കൂ നിങ്ങൾ, ഖബറിലെത്തിയാൽ അവിടെ നിന്ന് ആദ്യം കേൾക്കുന്ന ചോദ്യം ആരാണ് നിന്റെ റബ്ബ് എന്നാണ്. അവിടെ എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ അള്ളാഹുവിനെ കുറിച്ച്, അവൻ്റെ റബ്ബിനെ കുറിച്ച് അവൻ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലതവണ ഉപയോഗിക്കുന്ന പദമാണ് അള്ളാഹു എന്ന പദം. ഈ അള്ളാഹു എന്ന പദത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്, എന്തിൽ നിന്നാണ് അള്ളാഹു എന്ന പദം ഉണ്ടായിട്ടുള്ളത്? ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എന്ന പദം യഥാർത്ഥത്തിൽ ഉണ്ടായത് അലഹ എന്ന് പറയുന്ന അറബി പദത്തിൽ നിന്നാണ് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചു. അലഹ എന്നാൽ അബദ എന്നാണ് അർത്ഥം, അഥവാ ആരാധിച്ചു. അലഹ എന്നാൽ അബദ, മഅന ആരാധിച്ചു. അങ്ങനെ അർത്ഥം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായമാണ് മഹാപണ്ഡിതനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്. അലഹ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് അള്ളാഹു എന്ന പദം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അലഹയിൽ നിന്നല്ല, അലിഹ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് അള്ളാഹു എന്ന പദം ഉണ്ടായിട്ടുള്ളത്. അലിഹ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ്. അലിഹ എന്ന പദം അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അലിഹ എന്നാൽ അത്ഭുത പരതന്ത്രനായി, അത്ഭുതപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അത്ഭുതപ്പെട്ടു. അള്ളാഹുവിനെ കുറിച്ച് എന്തൊരു കാര്യം നമ്മൾ പഠിച്ചാലും നമ്മൾ അത്ഭുതപ്പെടും. അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത്. അള്ളാഹു എന്ന് പറയുന്ന
ആ നാമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിലേത് മേഖലയാകട്ടെ അവനെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അള്ളാഹുവിൻ്റെ മഹത്വം, അവൻ്റെ കഴിവ്, അവൻ്റെ കാരുണ്യം, അവൻ്റെ യുക്തി എന്താകട്ടെ, എന്തിനെക്കുറിച്ച് പഠിച്ചാലും മനുഷ്യൻ അത്ഭുതപ്പെടും. ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ മനസ്സിലാകും. അപ്പം ഇങ്ങനെയുള്ള പദങ്ങളിൽ നിന്നാണ് അള്ളാഹു എന്ന പദം ഉണ്ടായത് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു. അതിൽ ഒന്നെന്താ, അലഹ എന്ന് പറയുന്ന പദമാണെങ്കിൽ ആരാധന, ആരാധിച്ചു. അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കേണ്ട ആളുകളാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് പറയുന്നുണ്ട്. മുഴുവൻ പടപ്പുകളുടെ മേലും ആരാധ്യത ഉള്ളത് ആർക്കാണോ, മുഴുവൻ പടപ്പുകളുടെ മേലും ആരാധ്യത അഥവാ ആരാധിക്കേണ്ടത് ആരാണോ അവനാണ് അള്ളാഹു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് കാണാൻ പറ്റും. അപ്പം നമ്മൾ ആരാധിക്കേണ്ടവനാണ് അള്ളാഹു. നമ്മൾ ആ റബ്ബിനെ കുറിച്ച് എന്ത് പഠിച്ചാലും അത്ഭുതപ്പെടും. അള്ളാഹിനെ കുറിച്ച് എന്ത് പഠിച്ചാലും നമ്മൾ അത്ഭുതപ്പെടും. ആരാധിക്കപ്പെടുന്നവൻ ആരെയാണോ നമ്മൾ ആരാധിക്കുക അവനാണ് അള്ളാഹു. വിശുദ്ധ ഖുർആനിലെ 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയിൽ ആദ്യത്തെ ചില ആയത്തുകൾ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു പറഞ്ഞത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, സർവ്വസ്തുതിയും സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അല്ലെ, അള്ളാഹു ആരാണ്? അവൻ എല്ലാത്തിൻ്റെയും സൃഷ്ടാവാണ്, അവൻ ഖാലിഖാണ്, അവൻ ഖാലിഖാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 164-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10ഓളം ദൃഷ്ടാന്തങ്ങളെ എണ്ണി പറയുന്നുണ്ട്. വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. അമാനി മൗലവിയുടെ തഫ്സീർ എടുത്ത് സാധിക്കുന്ന ആളുകളൊക്കെ ഒന്ന് വായിച്ച് പഠിക്കണം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി വൽ ഫുൽഖില്ലതി തജ്രി ഫിൽ ബഹർ എന്ന് തുടങ്ങി 10ഓളം ദൃഷ്ടാന്തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പഠിപ്പിക്കുന്നുണ്ട്. ആകാശങ്ങളെക്കുറിച്ച്, രാവും പകലും മാറി വരുന്നതിനെക്കുറിച്ച്, കടലിനെക്കുറിച്ച്, കടലിൻ്റെ ഓളങ്ങളുടെ മുകളിൽ സഞ്ചരിക്കുന്ന കപ്പലുകളെക്കുറിച്ചൊക്കെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. എന്തിനാ അള്ളാഹു അത് വിശദീകരിക്കുന്നത്? അതിനെക്കുറിച്ചൊക്കെ പഠിച്ചാൽ, അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചാൽ നമുക്ക് ആരെ മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ അള്ളാഹിനെ അറിയേണ്ട ആളുകളാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട ആളുകളാണ്. അള്ളാഹിൻ്റെ ചോദ്യമല്ലേ, അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന ചോദ്യം. വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. ഖുർആനിൽ അള്ളാഹു നിങ്ങളെന്തേ ആലോചിക്കുന്നില്ലേ, നിങ്ങളെന്തേ ചിന്തിക്കുന്നില്ലേ? മനുഷ്യൻ്റെ ബുദ്ധിയെ തൊട്ടുണർത്തുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും, ധാരാളം ചോദ്യങ്ങൾ. എന്തിനാണത്? ആലോചിക്കാൻ വേണ്ടിയാണ്. ഇസ്ലാം ആലോചിക്കണ്ട എന്ന് പറഞ്ഞ മതല്ല, പഠിക്കണ്ട എന്ന് പറഞ്ഞ മതല്ല, ചിന്തിക്കണ്ട എന്ന് പറഞ്ഞ മതല്ല. ചിന്തിക്കാൻ അനുവാദം നൽകിയ, ആലോചിക്കണമെന്ന് ആവശ്യപ്പെട്ട, നോക്കണമെന്ന് പറഞ്ഞ, അന്വേഷിക്കണമെന്ന് പറഞ്ഞ മതമാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാം, ആ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നു, അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്, ഒട്ടകത്തിൻ്റെ സൃഷ്ടിപ്പിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? എത്ര തവണ ഞാനും നിങ്ങളും ഈ ആയത്ത് ഓതിപ്പോയി. ഒട്ടകത്തെയും നമ്മൾ കണ്ടിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ ആ സൃഷ്ടി, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഒട്ടകത്തിൻ്റെ അത്ഭുതത്തിലേക്ക് നമ്മൾ ആരെങ്കിലും കണ്ണു തുറന്നു നോക്കിയിട്ടുണ്ടോ? ഒട്ടകത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയാണ് ഒട്ടകം താമസിക്കാറുള്ളത്? ഒട്ടകം സാധാരണ അധികം വസിച്ചു വരുന്ന മരുഭൂമിയിലാണ്, നമുക്കറിയാം. മരുഭൂമിയിൽ താമസിക്കുന്ന ഒട്ടകം നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികൾക്കിടയിലും അവിടെ ജീവിക്കാൻ അനുയോജ്യമായ സാഹചര്യം ആരാണ് ഒട്ടകത്തിന് ഒരുക്കി കൊടുത്തത്? അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞ അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. മരുഭൂമിയിൽ അടിക്കടി എന്തുണ്ടാകും? മണൽക്കാറ്റുണ്ടാകും, അല്ലെ? ശക്തമായ മണൽക്കാറ്റുണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ ഒട്ടകമൊഴികെയുള്ള മറ്റു ജീവികൾ അവയുടെ മാളങ്ങളിൽ ഒളിച്ചാണ് രക്ഷപ്പെടുക. മരുഭൂമിയിൽ താമസിക്കുന്ന മറ്റു ജീവികളൊക്കെ മണൽക്കാറ്റുണ്ടാകുമ്പോൾ മനുഷ്യന്മാർ അവരുടെ റൂമിൽ കയറും. അതേപോലെ തന്നെ മൃഗങ്ങളൊക്കെ എന്ത് ചെയ്യും? അവരുടെ മാളങ്ങളിൽ ഒളിക്കും. എന്നാൽ ഒട്ടകം ആ മണൽക്കാട്ടിൻ്റെ, ആ ശക്തമായ മണൽക്കാറ്റുണ്ടാകുന്ന സന്ദർഭത്തിലും മരുഭൂമിയിൽ നിന്നാൽ ഒട്ടകത്തിനൊന്നും പറ്റൂല. നമുക്ക് പറ്റും, നമ്മുടെ കണ്ണ് പ്രശ്നമാകും, നമ്മുടെ മൂക്കിൽ പ്രശ്നമാകും, നമ്മുടെ ചെവിയിൽ പ്രശ്നമാകും. പക്ഷെ ഒട്ടകത്തിനത് പറ്റില്ല. എന്തുകൊണ്ട് ഒട്ടകത്തിനൊന്നും പറ്റുന്നില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടകത്തിന് അതിന് പ്രത്യേകമായ ചില സവിശേഷതകൾ റബ്ബ സൃഷ്ടിപ്പിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒട്ടകത്തിൻ്റെ കണ്ണുകൾക്ക് ഒന്നിനു മുകളിൽ ഒന്നായി 2 നിരയിലുള്ള കൺപീലികളുണ്ട്. 2 നിരയിലുള്ള കൺപീലികൾ ആർക്കുണ്ട്? ഒട്ടകത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണിലേക്ക് വന്ന് പതിക്കാൻ ഇടയുള്ള മണൽത്തരികളെ ആ കൺപീലികൾ തടയുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ആരാണ് അങ്ങനെ സംവിധാനിച്ചവൻ? ആയത്ത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാക്കണം. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ആരാണ് ഒട്ടകത്തെ, ആ മരുഭൂമിയിൽ വസിക്കുന്ന ഒട്ടകത്തിന് 2 നിരകളിലായി കൺപീലികളെ ഒരുക്കിയവൻ ആരാണ്? നമ്മൾ കണ്ണു തുറന്നിരുന്നാൽ എന്താ സംഭവിക്കുക? കണ്ണിലേക്ക് മണൽ വരും അല്ലേ? ഒട്ടകത്തിന് 2 കൺപോളകൾ ഉണ്ട് എന്നാണ്. ഒന്ന് നേർത്ത ഒരു കൺപോളുണ്ട്. ഒട്ടകത്തിന്റെ കൺപോളെ അത് അടച്ചു കളഞ്ഞാൽ എന്താ സംഭവിക്കും? ഒന്നും കാണൂല. ഒട്ടകത്തിന് പിന്നെ കാണാൻ പറ്റില്ല. പക്ഷേ ശക്തമായ മണൽക്കാറ്റിലും ഒട്ടകത്തിന് കാണാൻ പറ്റുന്ന സംവിധാനമുണ്ട്. എങ്ങനെയറിയോ? അതിൻ്റെ 2ാമത്തെ കൺപോൾ അതിങ്ങനെ താഴ്ത്തി വെച്ചാൽ അത് നേർത്തതാണ്. മണലൊന്നും ഉള്ളിക്ക് കയറൂല്ല. അതിന് ആ കാഴ്ചകളൊക്കെ കാണാനും പറ്റും. ആരാണ് അത് ഒരുക്കി കൊടുത്തവൻ? ആരാണ് അങ്ങനെയുള്ള സംവിധാനം ഒരുക്കിയവൻ? ഒട്ടകത്തിൻ്റെ ചെവി നമ്മൾ പരിശോധിച്ചാൽ അത് രോമനിബിഡമാണ്. ഒട്ടകത്തിൻ്റെ ചെവി രോമനിബിഡമാണ്. അതുകൊണ്ട് തന്നെ മണൽ എന്ത് ചെയ്യില്ല, ഉള്ളിക്ക് പോകൂല. മനസ്സിലായി? ഉള്ളിക്ക് കയറില്ല മണൽ. അതിൻ്റെ കാലുകളുടെ പ്രത്യേകത എന്താ? അതിൻ്റെ കാലുകൾ നീളം കൂടിയ കാലുകളാണ്. നമ്മൾ സാധാരണ കാണും ഒട്ടകത്തിൻ്റെ കാലുകൾ നീളം കൂടി. എന്തിനാണത്? ഒട്ടകത്തിൻ്റെ കാലുകൾ നീളം കൂടിയതാകാനുള്ള കാരണം മരുഭൂമി എന്ന് പറഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന അവസ്ഥയായിരിക്കും. നല്ല ചൂടായിരിക്കും. ഇപ്പോൾ വിദേശത്തൊക്കെ ജോലി ചെയ്ത ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാകും. നമ്മൾ ചെരുപ്പിടാതെ ചവിട്ടിയാലേ വിവരം അറിയാം, ആ ജാതി ചൂടാണ്. അങ്ങനെയുള്ള ചൂടിൽ നിന്ന് ഒട്ടകത്തിൻ്റെ ശരീരത്തെ പരമാവധി ഉയർത്തി നിർത്താനാണ് ഒട്ടകത്തിന് നീളമുള്ള കാലുകൾ നൽകിയത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാൻ പറ്റും. ആരാണ് അവർക്ക് നീളമുള്ള കാലുകൾ നൽകിയവൻ? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. മരുഭൂമിയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? വെള്ളമാണ് അല്ലേ? വെള്ളം എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള വിഷയമാണ് മരുഭൂമിയിൽ. ആ മരുഭൂമിയിൽ ഒട്ടകമാകുന്ന സൃഷ്ടി വെള്ളവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ വെള്ളം ആവശ്യമാണ്. വെള്ളമില്ലാതെ ആർക്കും നിലനിൽക്കാൻ പറ്റൂല. മരുഭൂമിയിൽ അതിൻ്റെ ലഭ്യത വളരെ കുറവാണ്. ഇനി കിട്ടിയാൽ തന്നെ സൂര്യൻ്റെ ശക്തമായ താപം കാരണത്തെയും അതൊക്കെ നീരാവിയേറ്റ് പോകാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടകത്തിന് ചില പ്രത്യേകതകൾ നൽകി. എങ്ങനെ ഒരു മനുഷ്യൻ, ഒരു ജന്തു അത് കുടിച്ച വെള്ളം അതിൻ്റെ ശരീരത്തിൽ നിന്ന് പോകാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിലൊന്ന് മൂത്രമൊഴിക്കുക എന്നുള്ളതാണ്. മൂത്രമൊഴിക്കുമ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം തീ പോകും. എന്നാൽ ഒട്ടകം അടിക്കടി മൂത്രമൊഴിക്കൂല. ഒട്ടകം മൂത്രമൊഴിക്കുന്നത് എപ്പോഴെങ്കിലും മാത്രമായിരിക്കും. അത് തന്നെ വളരെ കുറച്ച് അളവിലാണ് എന്ത് ചെയ്യുക, ഒട്ടകം മൂത്രമൊഴിക്കുക. അതിലൂടെ അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? വെള്ളം ശരീരത്തിൽ തന്നെ നിലനിർത്താൻ പറ്റും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ദിവസങ്ങളോളം വെള്ളമില്ലാതെ പിടിച്ചു നിൽക്കാൻ ഉതകുന്ന ശരീര സംവിധാനമാണ് ഒട്ടകത്തിനുള്ളത്. കുറേ ദിവസങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? വെള്ളമില്ലാതെ അതിന് പിടിച്ചു നിൽക്കാൻ പറ്റും. ഒട്ടകത്തെക്കുറിച്ച് പഠിച്ച ആളുകൾ പറഞ്ഞത്, ശാരീരികമായി അധ്വാനമുള്ള സമയത്ത് 10 ദിവസത്തോളം, നല്ല ഭാരം ചുമക്കുന്നൊക്കെ സമയത്ത് 10 ദിവസത്തോളം ഒട്ടകത്തിന് എന്ത് ചെയ്യും? വെള്ളം ഒന്നും കിട്ടിയിട്ടില്ല, അത് സുഖാരി ജീവിക്കും 10 ദിവസം, നല്ല ജോലിയുള്ള സമയത്ത്. എന്നാൽ വിശ്രമവേളയിൽ മാസങ്ങളോളം വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒട്ടകത്തിന് വെള്ളം കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റും. വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ഒട്ടകത്തിന് ജീവിക്കാൻ പറ്റും. ആരാണ് ഒട്ടകത്തെ ഇങ്ങനെ സംവിധാനിച്ചവൻ? ആരാണ് ഒട്ടകത്തിന് ഇങ്ങനെയൊരു കരുത്ത് നൽകിയവൻ? അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. വെറുതെ ചോദിച്ചതല്ലാതെ. ഇനി നോക്കൂ നിങ്ങൾ, വെള്ളം കാണുന്ന പക്ഷം ഒട്ടകം തീരുന്നറിയോ? ദാഹം തീരുവോളം വെള്ളം കുടിക്കും. 3 മിനിറ്റിൻ്റെ ഉള്ളിൽ 200 ലിറ്റർ വെള്ളം ഒട്ടകം ഒറ്റ നിൽപ്പിൽ കുടിക്കുന്ന. അപ്പോൾ വെള്ളം കിട്ടുമ്പോൾ അത് ശേഖരിച്ചു വെക്കാനുള്ള സംവിധാനം ഒട്ടകത്തിനുണ്ട്. വെള്ളം ലഭിക്കുന്ന സമയത്ത് ധാരാളം കുടിച്ച് മിച്ചം വരുന്നത് സൂക്ഷിച്ചു വെക്കാനും ഒട്ടകത്തിൻ്റെ ശരീരത്തിൽ എന്തുണ്ട്? സംവിധാനമുണ്ട്. അധികമുള്ള വെള്ളവും ഭക്ഷണവും ഒക്കെ കൊഴുപ്പ് രൂപത്തിലാക്കി അത് മുതുകിലെ പൂഞ്ഞയിൽ എന്ത് ചെയ്യും? ഒട്ടകം സൂക്ഷിച്ചു വെക്കുന്നതാണ്. ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ സ്വഹാബികളൊക്കെ ദീർഘകാലമുള്ള യാത്രയിൽ, അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ ദീർഘകാലമുള്ള യുദ്ധയാത്രയിൽ വെള്ളം കിട്ടാതെ വരുന്നാൽ ഒട്ടകത്തെ അവരറുക്കും. ഒട്ടകത്തെ അറുത്ത് അതിൻ്റെ പൂഞ്ഞയിലുള്ള ദ്രാവകത്തെ, അത് കനത്തിലുള്ള ദ്രാവകത്തെ വെള്ളമാക്കി കുടിച്ചിരുന്നുവെന്ന് ചരിത്രം പറയുന്നുണ്ട്. അവർക്കറിയായിരുന്നു ഒട്ടകം അങ്ങനെ വെള്ളം സൂക്ഷിച്ചു വെക്കുന്നുള്ളത്, അവർക്ക് അറിയാമായിരുന്നു. ഞാൻ ഈ ഒട്ടകത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞതിനറിയോ, ഏതൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാലും നമുക്ക് നമ്മുടെ സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ പറ്റും, അള്ളാഹുവിനെ നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അറിയുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. മൂസാ നബി അലൈഹിസ്സലാം ഫിറഔനിന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ ഫിറഔന്റെ ചോദ്യം എന്താ? ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ. മൂസ, ആരാ നിന്റെ റബ്ബ്? എന്താ മൂസാ നബിയുടെ മറുപടി?
ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും എന്നിട്ട് അവയെ വഴി കാണിക്കുകയും ചെയ്തവൻ ആരാണ്? അവനാണ് എൻ്റെ റബ്ബ്. എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ, എന്നെ, നിങ്ങളെ, ആകാശം, ഭൂമി, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, മലകൾ, മാമലകൾ, കടലിലെ മത്സ്യങ്ങൾ, എല്ലാം ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ സൃഷ്ടികളായിട്ട് അവയെ എല്ലാം സൃഷ്ടിച്ചവനാണ് ആര്? അള്ളാഹു. ആ അള്ളാഹുവിനെ നമ്മൾ അറിയണം. ആ അള്ളാഹുവിനെ നമ്മൾ നിഷേധിക്കാൻ പാടില്ല. ചില ആളുകൾ പറഞ്ഞെന്താ, അള്ളാഹ് എന്ന് പറഞ്ഞ ഒന്നില്ല എന്നാണ്. അള്ളാഹു എന്ന് പറഞ്ഞ ഒന്നില്ല, അത് മനുഷ്യരുടെ വെറും സങ്കല്പമാണ്, ചിന്തയാണ്. അല്ലാതെ അള്ളാഹു ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളും യുക്തിവാദികളുമായ ആളുകൾ അത് ഈ കാലഘട്ടത്തിൽ മാത്രമൊന്നല്ല. ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ പല ആളുകളും ദൈവനിഷേധികളായി കടന്നു വന്നിട്ടുണ്ട്. മഹാപണ്ഡിതനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ ഒരു യുക്തിവാദി വെല്ലുവിളിച്ചു. അയാൾ പറഞ്ഞ അല്ലല്ല എന്ന് അയാളുടെ വാദം. അല്ലല്ല, ഇമാം അഹ്മദ് അല്ലുണ്ട് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ യുക്തിവാദി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡിബേറ്റ് നടത്താം, ഒരു സംവാദം നടത്താം. സംവാദത്തിന് തയ്യാറായി, സ്ഥലവും സമയമൊക്കെ നിശ്ചയിച്ചു, പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂളൊക്കെ റെഡിയായി. സംവാദത്തിൻ്റെ ദിവസം എത്തി. യുക്തിവാദി നേരത്തെ തന്നെ സ്റ്റേജിലെത്തി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ വരുന്നില്ല, സമയമായിട്ടും വരുന്നില്ല. അപ്പോൾ അയാൾ പറയാൻ തുടങ്ങി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ പേടിയാണ്, അയാൾ വരൂല, അയാൾക്ക് തെളിയിക്കാൻ കഴിയില്ല, അല്ലുണ്ട് എന്ന് പറയാൻ കഴിയില്ല എന്നൊക്കെ ഇയാൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ വൈകി ഒരാളിങ്ങനെ നനഞ്ഞു കുളിച്ച് വരുന്നുണ്ടെന്നാ, ഒരാളിങ്ങനെ നനഞ്ഞു കുളിച്ച് ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ വന്നപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബലാണ്. അപ്പോൾ യുക്തിവാദി പറഞ്ഞു, നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ മുമ്പ് എന്തുകൊണ്ടാണ് നിങ്ങൾ നേരം വൈകിയെന്ന് പറയണം. കാരണം ഒരു മാന്യതയാണല്ലോ, നമ്മളൊരു സമയം നിശ്ചയിച്ച് ആ സമയത്ത് നിങ്ങൾ എത്തി, അത് പറയണം. അത് വിശദീകരിച്ചിട്ട് മതി നമ്മുടെ ഡിബേറ്റ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഞാനൊരു പുഴൻ്റെ അക്കരന്നാണ് വരുന്നത്, മഴ പെയ്തിട്ട് പുഴ നിറഞ്ഞൊഴുകാണ്, നിറച്ചും വെള്ളം, എനിക്ക് വരാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അവിടെ ഒരു മരം ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ കണ്ടത്. ആ മരം ഇങ്ങനെ താനെ മുറിഞ്ഞു, ആ മരം മുറിഞ്ഞു, എന്നിട്ട് അതിങ്ങനെ ഒരു തോണിയായി മാറി. ഞാൻ ആ തോണി കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ യുക്തിവാദി പറഞ്ഞു, ശുദ്ധ കളവങ്ങൾ പറയണത്, ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്, ഇതൊരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. ഏത് മനുഷ്യനായി ഇത് വിശ്വസിക്കുക? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ ഡിബേറ്റ് അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ മതി, ആരാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്? ആരാണ് ഈ ഭൂമിയെ സംവിധാനിച്ചവൻ? ആരാണ് സൂര്യനെ സൃഷ്ടിച്ചവൻ? ഒരു തോണി പോലും താണയുണ്ടാവില്ല എങ്കിൽ ആരാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഖാലിഖാര, സൃഷ്ടാവാരാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അങ്ങനെ ബുദ്ധിയുള്ള ഒരാൾക്കും പിന്നെ എന്ത് മനസ്സിലാകും? ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അൽ ഹുജ്ജ ഫി ബയാനിൽ മഹജ്ജ വശറഹു അഖീദത്തു അഹ്ലി സുന്ന എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം എഴുതിയിരിക്കുന്നത് ഇസ്മായിൽ ബിൻ മുഹമ്മദ് ബിൻ ഫضൽ അത്തമീമി എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. അദ്ദേഹം ആ പുസ്തകത്തിൽ ഒരു യുക്തിവാദിയുമായി ബന്ധപ്പെട്ടൊരു സംസാരം നടത്തുന്നു, ഒരു ചർച്ച നടത്തുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു യുക്തിവാദി എന്ത് ചെയ്തു? ഒരു യുക്തിവാദി അദ്ദേഹം പറഞ്ഞു, എനിക്ക് സൃഷ്ടിക്കാൻ പറ്റുമെന്ന് വാദിച്ചു. അദ്ദേഹം, എനിക്ക് സൃഷ്ടിക്കാൻ പറ്റും. അപ്പോൾ ആളുകളൊക്കെ അത്ഭുതം, എങ്ങനെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റുക? ജീവനുള്ള വസ്തുക്കളെ അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അയാൾ പറയണത്. അപ്പോൾ ആളുകൾ, ശരി എങ്കിൽ ഞങ്ങൾക്കതൊന്ന് കാണണമല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ കുറച്ച് മാംസം കൊണ്ടുവരാൻ പറഞ്ഞു. മാംസം കൊണ്ടുവന്നു. ആ മാംസം എന്ത് ചെയ്തു? അയാളിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു കലം കൊണ്ടുവരാൻ പറഞ്ഞു. ആ കലത്തിലേക്ക് എന്ത് ചെയ്തു? ആ മാംസം കെട്ടു. എന്നിട്ട് കുറേ വേസ്റ്റും വാരിയിട്ടു. ആ കലത്തിൻ്റെ മുകൾ ഭാഗം ഭദ്രമായിട്ട് എന്ത് ചെയ്തു? മൂടിക്കെട്ടി. എന്നിട്ട് എടുത്തു വെച്ചു. 2-3 ദിവസം കഴിഞ്ഞ് ആ കലമെടുത്തു. ആ കലെടുക്കുമ്പോൾ എന്താ സ്വാഭാവിക രീതിയിൽ കാണുന്നത്? നിറച്ചും പുഴുക്കളാണ്, ജീവനുള്ള പുഴുക്കളാണ്. ആ പുഴുക്കളെ ചൂണ്ടി യുക്തിവാദി പറഞ്ഞു, ഇതിൻ്റെ സൃഷ്ടാവ് ഞാനാണ് ഇവയെ ഉണ്ടാക്കി. നിങ്ങൾ കണ്ടതാണ്, ഇതിൽ ജീവനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ബുദ്ധിയുള്ളൊരു മനുഷ്യൻ അയാളോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളാണോ അതിൻ്റെ ഖാലിഖ്? നിങ്ങളാണ് ആ പുഴുക്കളെ ഉണ്ടാക്കിയാൾ? ശരിയെങ്കിൽ നിങ്ങൾ പറ, കം അദദുഹ, ആ കലത്തിൻ്റെ ഉള്ളിലുള്ള പുഴുക്കളുടെ എണ്ണം എത്രയാണ്? നിങ്ങളാണ് അതിൻ്റെ സൃഷ്ടാവ് എങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറയണം. നിങ്ങൾ എനിക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം ചോദിച്ചു, ശരി നിങ്ങൾ പറയുന്നത് ശരിയാണ് എങ്കിൽ അതിൽ ആൺപുഴുക്കൾ എത്ര, പെൺപുഴുക്കൾ എത്ര? വിശദീകരിക്കൂ. എനിക്ക് പറയാൻ കഴിയുമോ? അപ്പൊ സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവമില്ല, അള്ളാഹു ഇല്ല എന്ന് ഏതൊരു മനുഷ്യൻ പറഞ്ഞാലും അവൻ ബുദ്ധിയില്ലാത്തവനാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ റബ്ബിനെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ മതി. ഏതൊരു വസ്തുവിനെ കുറിച്ച് പഠിച്ചാലും മനസ്സിലാക്കിയാലും ബുദ്ധിയുള്ള ആളുകൾക്ക് ആരെ മനസ്സിലാക്കാൻ പറ്റും?
സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ഒരു മനുഷ്യൻ വന്നു, ഒരു അറാബിയായ മനുഷ്യൻ. ഇന്നലെ അദ്ദേഹം നബിയോട് ചോദിച്ചു, നിങ്ങളാണോ പ്രവാചകനാണ് എന്ന് വാദിക്കുന്നയാൾ? നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് വാദിക്കുന്നയാളാണോ? അദ്ദേഹം പറഞ്ഞു, അതെ, സ്വദഖ. നിങ്ങൾ പറഞ്ഞു ശരിയാണ്, ഞാനാണ് പ്രവാചകനാണ് എന്ന് പറയുന്ന ആൾ ഞാനാണ്. നബി പറഞ്ഞു. അപ്പൊ ആ മനുഷ്യന്റെ ചോദ്യം എന്താ? ഫമൻ ഖലഖസ്സമ, ആരാണ് ആകാശത്തെ പടച്ചവൻ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവാണ് ആകാശത്തെ സൃഷ്ടിച്ചവൻ. ഫമൻ ഖലഖൽ അർദ്, ആരാണ് ഭൂമിയെ പടച്ചവൻ? നബി പറഞ്ഞു, അല്ലാഹുവാണ്. ആരാണ് പർവ്വതങ്ങളെ സംവിധാനിച്ചവൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവാണ്. ആ മനുഷ്യന്റെ ചോദ്യം, ആകാശങ്ങളെ പടച്ച, ഭൂമിയെ പടച്ച, ഈ പ്രപഞ്ചത്തിലുള്ള സകലമാന വസ്തുക്കളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ അല്ലാഹു തന്നെയാണോ നിങ്ങളെ പ്രവാചകനായി നിയോഗിച്ചത്? നിങ്ങൾ പറഞ്ഞല്ലോ ആകാശത്തെ പടച്ചവൻ അല്ലാഹുവാണ്, ഭൂമിയെ പടച്ചവൻ അല്ലാഹുവാണ് എന്നൊക്കെ. അതേ അല്ലാഹു തന്നെയാണോ, അതേ റബ്ബ് തന്നെയാണോ ആ അല്ലാഹു അർസലക നിങ്ങളെ പ്രവാചകനായി നിയോഗിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതേ അല്ലാഹു തന്നെയാണ് എന്നെ പറഞ്ഞയച്ചത്, അതേ അല്ലാഹു തന്നെയാണ്. അദ്ദേഹം വീണ്ടും ചോദിച്ചു, നിങ്ങൾ പറയുന്നുണ്ടോ ഒരു ദിവസം 5 നേരം നമസ്കരിക്കണമെന്ന്? അതേപോലെ തന്നെ റമദാനിൽ നോമ്പ് നോൽക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, ഇതൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ? അപ്പൊ നബി പറഞ്ഞു, അതെ, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യം, നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലണ്ടല്ലോ, ആകാശങ്ങളെ പടച്ച, ഭൂമിയെ പടച്ച അതേ അല്ല തന്നെയാണോ നിസ്കരിക്കണം എന്ന് കൽപ്പിച്ചത്, നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചത്, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞത്, ഹജ്ജ് ചെയ്യാൻ പറഞ്ഞത്? നബി പറഞ്ഞു, അതേ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ നിങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങളെ നിയോഗിച്ചവൻ അല്ലാഹുവാണ് എങ്കിൽ ആ അല്ലാഹു നിയോഗിച്ച നിങ്ങളിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. എന്തൊന്നാണോ അല്ലാഹു നിങ്ങളോട് കൽപ്പിച്ചത് അത് ഞാൻ പ്രവർത്തിക്കും. അതിൽ കൂടുതലായിട്ടൊന്നും ഞാൻ ചെയ്യൂല. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലഇൻ സദഖ ലയദ്ഖുലന്നൽ ജന്ന. അയാൾ പറഞ്ഞത് സത്യസന്ധമാണ് എങ്കിൽ അയാൾ സ്വർഗത്തിന്റെ അവകാശിയാണ്. വേറെ ചില റിവായത്തുകളിൽ കാണുന്നത് സ്വർഗാവകാശിയായ ഒരാളെ നിങ്ങൾക്ക് കാണണമെന്ന് നബി ചോദിച്ചു. സ്വർഗാവകാശിയായ ഒരാളെ കാണണം. അപ്പോൾ അതേ നബി, ആ ഇറങ്ങിപ്പോയ മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൂണ്ടിക്കാണിച്ചു. നോക്കൂ, നിങ്ങൾ മനുഷ്യരുടെ മനസ്സിൽ എന്തുണ്ട്? ഒരു സൃഷ്ടാവിനെ കുറിച്ചുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുണ്ട്. യുക്തിവാദികളുടെ മനസ്സിൽ പോലും അള്ളാഹിനെ കുറിച്ചുള്ള ബോധമുണ്ട്. ദൈവനിഷേധികളായ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാർ മരണപ്പെട്ടു പോയി. അദ്ദേഹം അറിയപ്പെട്ട ദൈവനിഷേധിയാണ്. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആളുമായി ബന്ധപ്പെട്ട ഒരു ആരോപണത്തെക്കുറിച്ച് പത്രക്കാർ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട്. ഇന്ന് യൂട്യൂബിൽ നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റും. ഒരു ആരോപണത്തെക്കുറിച്ച് ചോദിക്കുക. അപ്പോൾ ഇ കെ നയനാർ പറഞ്ഞ മറുപടി എന്താ? എടോ, ആരോപണം ഉന്നയിക്കുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലാം കേൾക്കുന്ന ഒരാൾ മുകളിലുണ്ട്. ആരാ ഇത് പറയണത്? പത്രക്കാരെ കണ്ട് ചിരിക്കുന്നുണ്ട്. എല്ലാം കേൾക്കുന്ന ഒരാൾ മുകളിലുണ്ട്. ആരാണ് ആ കേൾക്കുന്നവൻ? അവരുടെ മനസ്സിന്റെ ഉള്ളിൽ പോലും എന്തുണ്ട്? ദൈവവിശ്വാസമുണ്ട്, അള്ളണ്ടെന്ന് അവർക്ക് അറിയാം. മനസ്സിലായില്ലേ? അള്ളാഹുവിനെ ബുദ്ധിയുള്ള എല്ലാ മനുഷ്യന്മാരും അംഗീകരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ള ഉണ്ട് എന്ന് അറിയുന്ന ആൾക്കാരെ നമ്മൾ, അള്ളാഹുവിനെ അറിഞ്ഞ ആൾക്കാരെ നമ്മൾ. എന്താണ് നമുക്ക് അള്ളാഹുവിനോടുള്ള കടമ? അള്ളാഹുവിനെ അറിഞ്ഞാൽ നമുക്കുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്താണ്? മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, യാ മുആദ്, അല്ലയോ മുആദ്, ഹൽ തദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്? അടിമക്ക് അള്ളാഹുവിനോടും അള്ളാഹുവിന് അടിമയോടുമുള്ള ഹക്കുകൾ എന്താണ്, ബാധ്യതകൾ എന്താണെന്ന് എനിക്കറിയോ? നബി വിശദീകരിച്ചു കൊടുത്തു. അടിമക്ക് അള്ളാഹുവിനോടുള്ള ഹക്കാണ്, ബാധ്യതയാണ്. അവനെ ആരാധിക്കുക, അവനിൽ പങ്കു ചേർക്കാതിരിക്കുക. സഹോദരൻ, അള്ളാഹിനെ അറിഞ്ഞ നമ്മളാരും എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല, ഷിർക്ക് ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരാൾ ഷിർക്ക് ചെയ്താൽ അവൻ നരകത്തിലാണ്. അതിൽ യാതൊരു സംശയമല്ല. എത്ര ആളുകളാണ് വികലമായ വിശ്വാസങ്ങളുമായി ജീവിക്കുന്നത്, തെറ്റായ വിശ്വാസവുമായി ജീവിക്കുന്ന ആൾക്കാർ. നമ്മുടെയൊക്കെ ഇടയിൽ, നമ്മുടെയൊക്കെ വീട്ടിൽ, നമ്മുടെയൊക്കെ പരിചയത്തിൽ പല ആളുകളും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം തേടുന്ന അതവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസം അവിടുന്ന് മാറ്റുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ ഒരു കഥ പറയാറുണ്ട്. നമ്മളെ മലപ്പുറം ജില്ലയിൽ നിന്ന്
കൃത്യമായി ദീനൊന്നും എത്തിയിട്ടില്ലാത്ത ഒരു പ്രദേശത്ത് നിന്ന് ഒരു പ്രായമായ ഉമ്മ ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പോയി. ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പോയി. കുറേ നാളത്തെ ആഗ്രഹമാണ് മക്കയിൽ പോയി ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ആ ഉമ്മ പരിശുദ്ധമായ മക്കയിലെത്തി. പരിശുദ്ധമായ മക്കയിലെത്തി ആദ്യമായി കാബ കാണാണ്. കാബ ഇങ്ങനെ നോക്കി കണ്ടപ്പോൾ ആ ഉമ്മ പറഞ്ഞു, ഭയങ്കര സന്തോഷത്തിൽ പറയാ, മമ്പർത്ത തങ്ങളെ കാബയാണല്ലോ ഈ കാണുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അള്ളാനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും പണിതുയർത്തിയ വിശുദ്ധമായ കാബാലയത്തിൻ്റെ സമീപത്ത് വെച്ചിട്ട് ആ ഉമ്മ പറഞ്ഞ വാചകന്ത, മമ്പർത്ത തങ്ങളെ കാബയാണല്ലോ ഈ കാണുന്നത്. ഇതൊരു മനുഷ്യൻ കേട്ടു. അയാൾ ആ ഉമ്മാക്ക് ക്ലാസ് എടുത്തെടുത്തു ഹറമിൻ്റെ ചാരത്ത് വെച്ച്. ഉമ്മ, നിങ്ങൾ പറഞ്ഞത് ഭയങ്കര അപകടം പിടിച്ച വാക്കുകളാണ്, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത കാര്യമാണ്. തൗഹീദിൻ്റെ പ്രാധാന്യവും ഷിർക്കിൻ്റെ അപകടമൊക്കെ ആ മനുഷ്യൻ എന്ത് ചെയ്തു, ആ ഉമ്മാക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ്. ആ ഉമ്മ അതൊക്കെ കേട്ടു. ഉമ്മാക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ട് കേൾക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ആ ഉമ്മ പറഞ്ഞു, ബദരീങ്ങളാണ് സത്യം, ഇനി ഞാൻ അള്ളാഹു അല്ലാത്തവരെ വിളിക്കൂല എന്നാണ്. എന്തറിയോ, അതവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ വിശ്വാസമാണ്. ആ വിശ്വാസം പറിച്ചു കളഞ്ഞ് യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാ നമ്മുടെയൊക്കെ കടമ. അതിനു വേണ്ടിയാണ് നമ്മൾ പള്ളികളും സ്ഥാപനങ്ങളും പ്രഭാഷണങ്ങളും ക്ലാസ്സുകളൊക്കെ നടത്തി, വെറുതെ അല്ല. അതുകൊണ്ട് എന്ത് വേണം, അള്ളാഹുവിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നമ്മൾ അറിയുകയും അതോടൊപ്പം തന്നെ അത് മറ്റുള്ള ആളുകളെ നമ്മൾ പഠിപ്പിക്കും വേണം. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷാക്കിറാണ് എന്ന് ഖുർആനിലുണ്ട്. നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലേ? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ സഫയും മർവയുമായി ബന്ധപ്പെട്ട ആയത്ത് അള്ളാഹു ചർച്ച ചെയ്യുന്ന ആ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറഞ്ഞു, ഫഇന്നല്ലാഹ ഷാക്കിറുൻ അലീം. ഫഇന്നല്ലാഹ ഷാക്കിറുൻ അലീം. തീർച്ചയായും അള്ളാഹു ആരാണ്? ഷാക്കിറാണ്, അങ്ങേയറ്റം നന്ദി കാണിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെന്താണ് അള്ളാഹു ഷാക്കിറാണെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അള്ളാഹിൻ്റെ ഒരു നാമമാണല്ലോ, അള്ളാഹുവിൻ്റെ അസ്മാ വ സിഫാത്തുകളിൽപ്പെട്ട ഒന്നാണ് അള്ളാഹു ഷാക്കിറാണെന്നുള്ളത്. എന്താ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അള്ളാഹു ഷാക്കിറാന്ന് പറഞ്ഞാൽ, അള്ളാഹു ഷാക്കിറാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളുടെ, അവൻ്റെ ദാസന്മാരുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും ആ കർമ്മങ്ങളിൽ തൃപ്തിപ്പെടുകയും നന്മ ചെയ്തവരെ അള്ളാഹു പ്രശംസിക്കുകയും അവർക്ക് വലിയ പ്രതിഫലം നൽകുകയും ചെയ്യുമെന്നാണ് അള്ളാഹു ഷാക്കിർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അള്ളാഹു ഷാക്കിർ എന്ന് പറഞ്ഞാൽ അള്ളാഹു നന്മ സ്വീകരിക്കും, അള്ളാഹു പ്രശംസിക്കും, അള്ളാഹു വലിയ പ്രതിഫലം നൽകും, അള്ളാഹു തൃപ്തിപ്പെടും. ഇതാണ് ഷാക്കിർ എന്ന് പറഞ്ഞ അർത്ഥം. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ ആരാധനകൾ ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടാകും. ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല യഅജബു റബ്ബുകും മിൻ റാഇ ഗനമിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആട്ടിടയന്റെ കാര്യത്തിൽ അത്ഭുതം കൂറിയുന്ന, അത്ഭുതപ്പെട്ടു. ഒരു ആട്ടിടയൻ, അയാൾ മരുഭൂമിയിൽ ചെളിയൊക്കെ പിടിച്ച് വലിയ പ്രയാസത്തിലാണ് മരുഭൂമിയിലെ അവസ്ഥ. ആ മരുഭൂമിയിൽ വെച്ച് എന്ത് ചെയ്യാണ്? നമസ്കാരത്തിന്റെ സമയമായി. അപ്പൊ അയാൾ എന്ത് ചെയ്തു? യുഅദ്ദിനു ബിസ്സലാഹ്, നമസ്കാരത്തിന് വേണ്ടി അയാൾ ബാങ്ക് വിളിച്ചു. എന്നിട്ടോ വയുസല്ലി, അയാൾ നിസ്കരിക്കുകയും ചെയ്തു. ഈ മനുഷ്യന്റെ പ്രവർത്തനം കണ്ട് അള്ളാഹു അത്ഭുതപ്പെട്ടു എന്നാ. എന്നിട്ട് അള്ളാഹു പറയുന്ന വാചകം എന്താ? ഫയഖൂലുല്ലാഹു, അള്ളാഹു പറഞ്ഞു ആരോട്? മലക്കളോട് പറയാണ്, ഉൻദുറു ഇലാ അബ്ദി, എൻ്റെ അടിമയെ നോക്കൂ. ഹദാ യുഅദ്ദിനു, അയാൾ ബാങ്ക് വിളിച്ചു. വയുഖീമുസ്സലാ, നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു. എന്തുകൊണ്ട്? യഖാഫു മിന്നി, എന്നെ പേടിച്ചിട്ടാണ് അവനത് ചെയ്തത്. അടുത്ത വാചകം ശ്രദ്ധിച്ചോളൂ. ഫഖദ് ഗഫർതു ലിഅബ്ദി വഅദ്ഖൽതുഹുൽ ജന്ന. എന്താ വാചകം? ഫഖദ് ഗഫർതു ലിഅബ്ദി, അതുകൊണ്ട് ഞാൻ എൻ്റെ അടിമക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. വഅദ്ഖൽതുഹുൽ ജന്ന, അവനെ ഞാൻ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു ആരാണ്? ഷാക്കിറാണ്. എന്താ റബ്ബ് ഷാക്കിർ എന്ന് പറഞ്ഞാൽ? അടിമയെ അള്ളാഹു എന്ത് ചെയ്യും? അവൻ്റെ അമൽ സ്വീകരിക്കും. ഈ ആട്ടിടയനായ മനുഷ്യൻ നിസ്കരിച്ചത് വേറെ ആരെങ്കിലും കണ്ടുക്കണോ? ഇല്ല. എത്ര സമയം വേണം നിസ്കരിക്കാൻ? ഏതാനും മിനിറ്റുകൾ. ചെറിയ ഒരു ഇബാദത്ത് അവൻ ചെയ്തപ്പോൾ, ഒരു ആരാധന ചെയ്തപ്പോൾ, ആ ആരാധനയെ അള്ളാഹു നോക്കി, ആ ആരാധനയെ അള്ളാഹു സ്വീകരിച്ചു, ആ ഇബാദത്തിനെ അള്ളാഹു സ്വീകരിച്ചു. ആ ഇബാദത്തിനെ അള്ളാഹു സ്വീകരിച്ചിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ കുറിച്ച് മലക്കുകളോട് പുകഴ്ത്തി പറഞ്ഞു, ഉൻദുറു അബ്ദി, എൻ്റെ അടിമയെ നിങ്ങൾ നോക്കൂ എന്ന് പുകഴ്ത്തി പറഞ്ഞു. എന്നിട്ട് അവന് പ്രതിഫലം കൊടുക്കുക. എന്താ പ്രതിഫലം? അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്തു, അവൻ അള്ളാഹു സ്വർഗം നൽകി. ഇതാണ് അള്ളാഹു. ഈ അള്ളാഹുവിനെയാണ് ഞാൻ നിങ്ങളും ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അള്ളാഹുവിന് വേണ്ടിയാണ് നാം സുജൂദ് ചെയ്യുന്നത്, റുകൂഅ് ചെയ്യുന്നത്, സ്വതക്ക നൽകുന്നത്. അപ്പം നമ്മുടെ കർമ്മങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹു സ്വീകരിക്കും. എന്നിട്ട് കണക്കില്ലാത്ത പ്രതിഫലം അവന് നൽകും. അതുകൊണ്ട് നമ്മൾ അള്ളാഹിനെ അറിയണമെന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടെ പറഞ്ഞു, മൻ ഗസ്സല മയ്യിതൻ, ശരിക്കും കേട്ടോളി,
എന്താ വാചകം? മൻ ഗസ്സല മയ്യിതൻ ഫകതമ അലൈഹി ഗഫറല്ലാഹു ലഹു 40 മറ. ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താ പറയുന്നത്? ഒരു മനുഷ്യൻ ഒരാളെ മയ്യത്ത് കുളിപ്പിച്ചു, മരണപ്പെട്ടു പോയ ഒരാളെ മയ്യത്ത് കുളിപ്പിച്ചു. എന്നിട്ട് ആ മയ്യത്തിൻ്റെ ന്യൂനതകൾ അയാൾ മറച്ചു വെച്ചു. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? മയ്യത്തിൻ്റെ ശരീരത്തിലുള്ള ന്യൂനതകൾ ആരോടും പറയാൻ പാടില്ല. ആ മരിച്ച മനുഷ്യൻ അത്രയും കാലം സ്വകാര്യമാക്കി വെച്ച ന്യൂനതകൾ പലതും ഉണ്ടാകും ശരീരത്തിൽ. മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾക്കാരത് ശ്രദ്ധിക്കണം. അത് വിളിച്ചു പറയാൻ പാടില്ല. നബി പഠിപ്പിക്കുന്ന ഒരാൾ മയ്യത്ത് കുളിപ്പിച്ചു, അയാൾ മയ്യത്തിൻ്റെ ന്യൂനതകൾ മറച്ചു വെച്ചു. അങ്ങനെയാണെങ്കിലോ ഗഫറല്ലാഹു ലഹു 40 മറ, അള്ളാഹു അയാൾക്ക് 40 തവണ പുറത്തു കൊടുക്കുന്ന. എന്ത് ചെയ്തത്? ഒരു മയ്യത്ത് കുളിപ്പിച്ചു. എത്ര സമയം വേണം? കുറച്ച് സമയം. ആ കുറച്ച് സമയം കൊണ്ട് നേടിയതെന്താ? 40 തവണ റബ്ബ് പുറത്തു തരുന്നു. തൊട്ടടുത്ത ഹദീസ് എന്താ അറിയോ? വമൻ കഫനഹു കസാഹുല്ലാഹു യൗമൽ ഖിയാമ മിൻ സുന്ദുസിൻ വഇസ്തബറഖിൽ ജന്ന. ഒരു മയ്യത്തിനെ ഒരാൾ കഫൻ ചെയ്തു. എത്ര സമയം വേണം നമുക്കറിയാം. കഫൻ ചെയ്യാൻ എത്ര ടൈം വേണമെന്നറിയാം. അങ്ങനെ മയ്യത്തിനെ കഫൻ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗീയമായ ഉടയാടകൾ ആ കഫൻ ചെയ്ത വ്യക്തിക്ക് അല്ലാഹു കൊടുക്കും. മയ്യത്ത് കുളിപ്പിച്ചവന് 40 തവണ പുറത്തു കൊടുത്തു. കഫൻ ചെയ്തവനോ അവന് സ്വർഗീയമായ ഉടയാടകൾ കൊടുത്തു. തീർന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ഹഫറ ലഹു ഫഅജന്നഹു ഉജ്രിയ അലൈഹി കഅജ്രി മസ്കനിൻ അസ്കനഹു ഇയ്യാഹു ഇലാ യൗമിൽ ഖിയാമ. സുബ്ഹാനല്ലാഹ്. എന്താ ഹദീസ്? ഒരാൾ മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെച്ചു. മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെച്ചു. അവൻ്റെ വീടാണത്. മരണപ്പെട്ട മനുഷ്യൻ്റെ വീട് ഖബറാണ്. മരണപ്പെട്ട മനുഷ്യനെ അവൻ്റെ വീടാകുന്ന ഖബറിലേക്ക് ഒരാൾ ഇറക്കി വെച്ചാൽ ഹദീസിൻ്റെ ബാക്കി എന്താ നിങ്ങൾ? ഈ ദുനിയാവിൽ നമ്മളൊരാൾക്കൊരു വീടുണ്ടാക്കി കൊടുത്തു. ദുനിയാവിൽ നമ്മളൊരാൾക്ക് വീടുണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ആ വീട്ടിൽ ആ മനുഷ്യൻ ലോകം അവസാനിക്കുന്നത് വരെ ജീവിച്ചാൽ എത്ര പ്രതിഫലം കിട്ടും അത്ര കൂലി മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെച്ച മനുഷ്യനുണ്ട്. ഇതാണ് അള്ളാഹു. ഈ അള്ളാഹുമായിട്ടാണ് നമ്മുടെ ബന്ധം. നിങ്ങളൊന്ന് ആലോചിച്ചൊരു മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഇത്ര വലിയ പ്രതിഫലം നൽകുന്ന റബ്ബിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിനേക്കാൾ വലിയ നഷ്ടം എന്താ? അതിനേക്കാൾ വലിയ ദൗർഭാഗ്യം എന്താ? അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീൻ എന്തിയാണ് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അള്ളാഹു ആരാ നമുക്ക് മനസ്സിലായി. അള്ളാഹുവിനെ അറിഞ്ഞാലുള്ള, അതുകൊണ്ടുള്ള അള്ളാഹു ഷാക്കിറാണ് എന്ന അള്ളാഹുവിൻ്റെ ഒറ്റ നാമം പഠിച്ചാലുള്ള അതിൻ്റെ ഒരു ചെറിയ ഭാഗം പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലായി. അതിനേക്കാൾ വലിയൊരു നേട്ടം എന്താ പറയുക? അള്ളാഹു ആരാന്നറിഞ്ഞാൽ സഹോദരങ്ങൾ നമ്മൾ തെറ്റു ചെയ്യൂല. നമ്മൾ തെറ്റിയൂല അള്ളാഹ് ആരാന്നറിഞ്ഞാൽ. മഹാനായ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഒരു ചരിത്രം ഉദ്ധരിക്കുന്നു, ഒരു ചരിത്രം കൊണ്ടുവരുന്നുണ്ട്. ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത്, ഒരു അറാബിയായ മനുഷ്യൻ ഒരു അറാബിയത്തായ പെണ്ണിനോട് അയാൾക്ക് വല്ലാത്തൊരു സ്നേഹം. അയാൾക്ക് അവളെ വേണം, അവളെ കിട്ടണം. അയാളിങ്ങനെ അവസരം പാർത്തിരുന്നു. ഒരു ദിവസം ഒരു വിജനതയിൽ ആ മനുഷ്യന് ആ പെണ്ണിനെ ലഭിക്കുകയാണ്. അപ്പം അയാൾ ആ പെണ്ണിനോട് പറഞ്ഞു, നമ്മൾ രണ്ടുപേരും തനിച്ചവിടെ, വേറെ ആരുമില്ല. നമ്മൾ എന്ത് ചെയ്താലും ആരും അറിയില്ല, നമ്മളെ നോക്കാൻ ആരുമില്ല. ആകാശത്ത് പ്രഭചരിത്തി പ്രകാശം നൽകി നിൽക്കുന്ന, വെളിച്ചമേകി നിൽക്കുന്ന, അല്ലെങ്കിൽ ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളല്ലാതെ മറ്റൊരാൾ നമ്മളെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ആവശ്യത്തിന് നീ വഴങ്ങിത്തരണമെന്നാണ് ആ അറാബിയത്തായ പെണ്ണിനോട് ഈ മനുഷ്യൻ്റെ ആവശ്യം. ആ പെണ്ണയാളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ പെണ്ണ് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞല്ലോ നമ്മളെ ആരും കാണുന്നില്ല, നമ്മൾ ഈ വിജനതയിലാണ്, നമ്മളിവിടെ തനിച്ചാണ്, ആകാശത്തുള്ള നക്ഷത്രങ്ങൾ മാത്രമാണ് നമ്മളെ കാണുന്നത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. ഫഅൈന മുകൗകിബുഹ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ ആ നക്ഷത്രങ്ങളെ കുറിച്ച്, ആ നക്ഷത്രത്തിൻ്റെ സംവിധായകൻ, ആ നക്ഷത്രത്തെ ആകാശത്തൊരുക്കിയവൻ, അവൻ്റെ കണ്ണ് മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവൻ അറിയാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവൻ കാണാതെ, അവൻ കേൾക്കാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? ആ ചോദ്യം ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്കാണ് കയറിയത്. ആ പാപത്തിൽ നിന്ന് മാറി നിന്നു. എന്തുകൊണ്ടാണ് ആ മനുഷ്യന് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരണയേകിയത്? അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞ ഒരു പെണ്ണിൻ്റെ വാചകമാണ്, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു പെണ്ണിൻ്റെ വാചകമാണ്. തെറ്റിലേക്ക് പോകുമ്പോൾ ആ മനുഷ്യനെ തടഞ്ഞു നിർത്തും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രജകളുടെ സ്ഥിതി അന്വേഷിച്ച് നടക്കുന്ന ഒട്ടനവധി ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. പാതിരാത്രിയിൽ അദ്ദേഹം ഇറങ്ങി നടക്കുന്ന സമയത്താണ്
ഒരു കുന്നിൻ്റെ ചെരുവിലെ ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി പാട്ട് പാടുന്നത് കേൾക്കുന്നത്. ചുറ്റും കറുത്തു തമോമയമായിരുൾ മുറ്റൂമിരേ വീതിയിലേകാകിയാണു ഞാൻ കൂട്ടിനി തോഴനില്ലായികയാലൻ മന കൂടു തുറന്നുഹോ നിദ്ര പറന്നുപോയി ഈശ്വരൻ സത്യമാണ് ഈശ്വര ശിക്ഷകളാശു മറക്കുകില്ലാടും ഈ കട്ടിലും. ആ പെൺകുട്ടി പറഞ്ഞെന്തറിയോ? അവരുടെ ഭർത്താവ് പട്ടാളക്കാരനാണ്. വിവാഹം കഴിച്ച ഉടനെ പട്ടാളത്തിലേക്ക് ഉമറുല്ലാൻ തിരിച്ചു വിളിച്ചു. സൈന്യത്തിലെ അംഗങ്ങളെ ഭരണാധികാരി തിരിച്ചു വിളിച്ചു. അപ്പോൾ അയാൾ പട്ടാളത്തിലേക്ക് പോയി. ആ പെൺകുട്ടി പറയുന്നത്, എനിക്കെൻ്റെ ശരീരത്തിനും മനസ്സിനുമൊക്കെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. എനിക്ക് വേണമെങ്കിൽ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ട്, പക്ഷെ ഞാനത് ചെയ്യൂല. എന്താ ചെയ്യാത്തതിൻ്റെ കാരണം? ഈശ്വരൻ സത്യമാണ്, അള്ളാഹു സത്യമാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു എന്ന ആ റബ്ബിനെ കുറിച്ചുള്ള അറിവാണ് വലിയ തെറ്റുകളിൽ നിന്ന് മനുഷ്യന്മാരെ മാറ്റി നിർത്തുന്നത്. നമ്മൾ അബദ്ധങ്ങളിലേക്ക് നടന്നു പോകുന്നവരാണ് എങ്കിൽ, അരുതാത്ത കാഴ്ചകളുടെ പിറകിലാണ് എങ്കിൽ, വേണ്ടാത്ത കേൾവിക്കാരാണ് എങ്കിൽ, അള്ളാഹുവിനെ അറിഞ്ഞ മേഖലയിൽ നമുക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് വേണം? തിരുത്തണം. നമ്മൾ അള്ളാഹുവിനെ അറിയാൻ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? മഹാനായ ആദം നബിയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ആദം നബിയുടെ മക്കളുടെ കഥ നമ്മൾ വായിക്കുന്നുണ്ട്. ആ മക്കളിൽ ഒരാൾ അള്ളാഹുവിനെ ഭയക്കുന്നത് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന കാര്യമാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താ ആയത്തിൽ? ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചു. അപ്പൊ അടുത്ത ആൾ പറഞ്ഞു, ഞാൻ നിന്നെ കൊല്ലൂല, എനിക്കത് പാടില്ല. എന്തുകൊണ്ടാ? ഞാൻ അള്ളാഹിനെ പേടിക്കുന്നുണ്ട്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാൾ, അള്ളാഹുവിനെ അറിഞ്ഞ ഒരാൾ, അയാൾ എന്ത് ചെയ്യില്ല? അയാൾ തെറ്റിയൂല. നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾക്ക് അയാൾ ഉപയോഗപ്പെടുത്തും, ഉപയോഗിക്കും. ഉമറുല്ലാന്റെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഭരണാധികാരിയായിരുന്ന സമയത്ത് പിന്നെ ഒരു കുടുംബം അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വന്നിട്ട് ഉമറുല്ലാനോട് പറഞ്ഞു, ഉമർ അൽ ഖൈർ ജുസീതൽ ജന്ന, നന്മ നിറഞ്ഞ ഉമറെ. അയാളൊരു കവിത ചൊല്ലിയ പറയാ, യാ ഉമർ അൽ ഖൈർ ജുസീതൽ ജന്ന ഉഖ്സു ബിൻയാതി വഉമ്മഹുന്ന വകുല്ലനാ മിൻ സമാനി ജന്ന എന്ന് പറഞ്ഞൊരു കവിത ചൊല്ലി അയാൾ വിശദീകരിക്കുകയാണ്. അയാൾ പറഞ്ഞു, പിന്നെ നന്മ നിറഞ്ഞ ഉമറെ, ഞാൻ വരുന്നത് ഇങ്ങനെ വിദൂരതയിൽ നിന്നാണ്. പിന്നെ പ്രളയമൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളുടെ സ്വത്തൊക്കെ പോയി, എൻ്റെ മക്കൾക്ക് വസ്ത്രമല്ല, ഭാര്യ കൊടുക്കാനല്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ഞങ്ങളെ സഹായിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നത്. സത്യചിത്രകൾ പറയും, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ ഉമർലാൻ ചോദിച്ചു, ഫഖാല ഉമർ ഇല്ലം അഫ്അൽ യകൂനു മാദാ, നിങ്ങൾ പറഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളെ സഹായിക്കും, ഞാൻ സഹായിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പോൾ ഉമർലാനോട് ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ സഹായിച്ചിട്ടില്ല എങ്കിൽ അബൂ ഹഫ്സ ഞങ്ങൾ ഇവിടുന്ന് പോകും, ഞങ്ങൾ മടങ്ങിപ്പോകും. ഉമർലാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടുന്ന് പോയാൽ പിന്നെ എന്താ സംഭവിക്കുക? നിങ്ങൾ പോയാൽ എനിക്കെന്താ പ്രശ്നം? നിങ്ങൾ പോയാൽ എന്താ സംഭവിക്കുക? അടുത്ത വാചകം എന്താ അറിയോ? അയാൾ ഉമർലാനോട് പറഞ്ഞു, യകൂനു അൻ ഹാലി ലതുസ്അലന്ന, ഞങ്ങൾ ഇവിടുന്ന് പോകും, പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഈ സമയത്തെക്കുറിച്ച് നാളെ എന്ത് ചെയ്യും? അള്ളാഹു നിങ്ങളോട് ചോദിക്കും, പടച്ചോങ്ങളോട് ചോദിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഉത്തരം കൊടുക്കേണ്ടി വരും. ഉമർലാൻ കരയാൻ തുടങ്ങിയതാണ്. നോക്കി നിങ്ങൾ, നാളെ പരലോകത്ത് നിൽക്കേണ്ടി വരുമെന്ന ബോധം ഉണ്ടായപ്പോൾ, അള്ളാന്റെ മുമ്പിൽ ഈ രംഗം വരുമെന്ന് ചിന്തിച്ചപ്പോൾ മക്കളെ വിളിച്ചിട്ട് ഉമർലാൻ പറയും, മക്കളെ അയാൾക്ക് വേണ്ടത് കൊടുക്കി, അയാൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ പറഞ്ഞു. അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുണ്ടായാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ. അതാണ്. അപ്പം ഞാനും നിങ്ങളൊക്കെ പറയാം, നമ്മൾ പടച്ചവനെ മനസ്സിലാക്കിയവരാണ്, അള്ളാഹുവിനെ അറിഞ്ഞവരാണ്. പലിശയുമായി ഇപ്പോഴും നമ്മൾ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ എവിടെ സഹോദരങ്ങളെ നമ്മൾ അള്ളാഹിനെ അറിഞ്ഞത്? അല്ലേ? പലിശ എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമുള്ള വിഷയം, എത്ര സ്ഥലത്താണ് ഖുർആൻ വിശദീകരിച്ചത്, ഹദീസുകളിലുള്ളത്. മദ്യവുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് എങ്കിൽ എങ്ങനെ നമ്മൾ അള്ളാഹിനെ അറിഞ്ഞു എന്ന് പറയാം? നമ്മുടെ വീട് കെട്ടിപ്പൊക്കിയത് നിഷിദ്ധമായ സമ്പാദ്യത്തിലൂടെയാണെങ്കിൽ, ഹറാമായ മാർഗത്തിലൂടെ പണം സമ്പാദിച്ചാണ് എങ്കിൽ എങ്ങനെ നമ്മൾ അള്ളാഹിനെ അറിഞ്ഞവരാന്ന് പറയാം? നമ്മുടെ വിവാഹ ജീവിതം സംശുദ്ധമല്ല എങ്കിൽ, നമ്മുടെ ജീവിതം ധാർമ്മികമല്ല എങ്കിൽ എങ്ങനെ നമ്മൾ അള്ളാഹിനെ അറിഞ്ഞവരാന്ന് പറയാം? വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകൾ കൃത്യമായി പ്രാവർത്തികമാക്കുന്നവരാണ് അള്ളാഹുവിനെ അറിഞ്ഞ ആൾക്കാർ.
ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം, റമദാൻ വന്നല്ലോ, റമദാനിലാണ് നമ്മളുള്ളത് അല്ലേ? മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ റമദാനിനെ ഞങ്ങൾ എങ്ങനെ സ്വീകരിക്കാറുള്ളത്? അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി, റമദാനിൻ്റെ ഹിലാല് കണ്ടാൽ ഞങ്ങളുടെ മനസ്സിൽ ഒരാളോട് പക ഉണ്ടാകൂല, വെറുപ്പുണ്ടാകൂല. നമ്മൾ നിസ്കരിക്കാൻ നിന്ന് എങ്ങനെ പള്ളിയിൽ തോളുകൾ ചേർത്തു വെച്ചു അല്ലേ, കാൽപാദങ്ങൾ ചേർത്തു വെച്ചു, എത്രമാത്രം സ്നേഹത്തോടെയും അടുത്തുമാണ് നമസ്കരിക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ചേർത്ത് വെച്ച ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ചേർത്ത് വെച്ച അപ്പോഴുള്ള ആ അടുപ്പം നമ്മുടെ മനസ്സുകൾ തമ്മിലുണ്ടോ? നമ്മുടെ ഹൃദയങ്ങൾ തമ്മിലുണ്ടോ? നമ്മൾ അല്ലാഹനെ അറിഞ്ഞ ആൾക്കാരാ. തെറ്റ് ചെയ്തവരോട് മാപ്പ് കൊടുക്കാൻ, വിട്ടുവീഴ്ച കാണിക്കാൻ നമുക്ക് പറ്റാറുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അനുഭവിച്ച പീഡനങ്ങൾ, യാതനകൾ അത് അവർണ്ണനീയമാണ്, ഏറെയുണ്ടത്. ചമ്മട്ടി കൊണ്ടടിച്ചു, നാട്ടിൽ നിന്ന് പുറത്താക്കി, വീട്ടുതടങ്കലിലാക്കി, ശരീരത്തിൽ കുറേ മുറിവുകൾ ഉണ്ടായിരുന്ന മാരകമായ മുറിവുകൾ. ആരതിൻ്റെ കാരണക്കാരൻ? മുഅ്തസിം എന്ന് പറയുന്ന ഭരണാധികാരിയാണ്. മുഅ്തസിം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുറിവുകൾ അത് അധികമായിട്ട് ഡോക്ടർമാർ വന്നിങ്ങനെ ചികിത്സിക്കുകയാണ്. അപ്പം മുഅ്തസിം ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഗഫിർ ലി മുഅ്തസിം, അല്ലാഹുമ്മ ഗഫിർ ലി മുഅ്തസിം. ഡോക്ടർമാർക്ക് അത്ഭുതം. ഡോക്ടർമാർ ചോദിച്ചു, അല്ല നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ ഈ കോലത്തിലാകാൻ കാരണക്കാരനായ മുഅ്തസിമിന് പുറത്തു കൊടുക്കട്ടെ എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞെന്തറിയോ? അല്ലാഹ് പറഞ്ഞിട്ടില്ലേ മാപ്പ് കൊടുക്കാൻ, വിട്ടുവീഴ്ച കാണിക്കാൻ? എങ്കിലല്ലേ അള്ളാഹു നമുക്ക് മാപ്പ് തരികയുള്ളൂ. പ്രിയപ്പെട്ടവർ, ആ മനസ്സിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എവിടുന്നാണ് ആ മനസ്സ് കിട്ടിയത്? എവിടുന്നാണ് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ആ മനസ്സ് കിട്ടിയത്? അള്ളാഹനെ അറിഞ്ഞുകൊണ്ടാണ്, അള്ളാഹനെ മനസ്സിലാക്കിയോണ്ടാണ്. സ്വന്തം ഭാര്യയോട് വിട്ടുവീഴ്ച കാണിക്കാത്ത, ഭർത്താവിൻ്റെ മനസ്സ് പ്രയാസപ്പെടുത്തുന്ന, മക്കളോട് കരുണ കാണിക്കാത്ത, മാതാപിതാക്കളെ പരിഗണിക്കാത്തവരാണ് നമ്മളെങ്കിൽ നമ്മളെങ്ങനെ അള്ളാഹനെ അറിഞ്ഞോലാകുക? നമ്മളെങ്ങനെ അള്ളാഹനെ മനസ്സിലാക്കിയവരാകുക? അതുകൊണ്ട് നമ്മൾ സ്വയം പരിശോധിക്കണം. പറയുന്ന ഞാൻ, കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും പരിശോധിക്കണം. അള്ളാഹുവിനെ അറിയുക എന്നുള്ളത് നിസ്സാരമായ ഒരു ചെറിയൊരു കാര്യമല്ല. അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചല്ലോ. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്താ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണ് അല്ലേ? അഭിപ്രായ വ്യത്യാസമാണ്. ആ അഭിപ്രായ വ്യത്യാസം വലിയ തോതിൽ യുദ്ധത്തിലെത്തി, പ്രശ്നങ്ങളുണ്ടായി അല്ലേ, എന്തൊക്കെ ഉണ്ടായി. പക്ഷെ നമ്മൾ ചരിത്രത്തിൽ എവിടെയെങ്കിലും മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സ് വായിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സ് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സുന്ദരമായൊരു ചരിത്രമുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായി. യുദ്ധത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് അങ്ങ് ഹിർക്കൽ ഭരണാധികാരി മുആവിയക്ക് ഒരു മെസ്സേജ് അയച്ചു, ഒരു സന്ദേശം. എന്താ പറയുക? മുആവിയ, നീ അലിയുമായി യുദ്ധത്തിനൊരുങ്ങാണ്. നിന്റെ സൈന്യത്തിലേക്ക് ഞാനൊരു സൈന്യത്തെ കൂടി പറഞ്ഞേക്കാം. എൻ്റെ നാട്ടിൽ നിന്ന് അന്നത്തെ അവിശ്വാസിയായ ഭരണാധികാരിയായ ഹിർക്കൽ, അയാൾ പറയും ഞാനൊരു സൈന്യത്തെ പറഞ്ഞേക്കാം. ആ ആളുകൾ വന്നതിന് ശേഷം നീയും എൻ്റെ സൈന്യവും കൂടെ അലിനെ പോയിട്ട് നേരിട്ടോ, എന്നിട്ട് അലിയെ പരാജയപ്പെടുത്തി നീ ഭരണാധികാരിയായിക്കോ. ഇതാണ് വാചകം. എന്തായിരിക്കും മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടാകുക? കാരണം ശത്രുപക്ഷത്താണ് അലി റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹു ആ മനുഷ്യന് കൊടുത്തൊരു മറുപടി എന്താ അറിയോ? എനിക്ക് അലിയുമായൊരു ബന്ധമുണ്ട്, ആ ബന്ധത്തിൻ്റെ അടുത്ത് നീയില്ല, നീയുമായി എനിക്ക് യാതൊരു ബന്ധമല്ല. പക്ഷെ എനിക്ക് ബന്ധമുള്ളതായിട്ട് അലിയുമായിട്ടാണ്. അലി എൻ്റെ സഹോദരനാണ്, അലി എൻ്റെ സഹോദരൻ. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ശരിയാണ്. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ ഈ എരിതീയിൽ എണ്ണയൊഴിച്ച് അതിനെ ആളിക്കത്തിക്കാൻ നീ ശ്രമിച്ചാൽ നീ അറിഞ്ഞോ. അടുത്ത വാചകം എന്താ അറിയോ? മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ അറിഞ്ഞോ അലിയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യം നിന്റെ നാട്ടിലേക്ക് വരും. അലിയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യം നിന്റെ നാട്ടിലേക്ക് വരും. ആ സൈന്യത്തിൽ മുആവിയ ഉണ്ടാകും, ഒരു പടയാളിയായി അലിയുടെ കീഴിൽ. നിന്നെ പരാജയപ്പെടുത്തി ഞങ്ങൾ തിരിച്ചു പോരും. ആലോചിക്കുക നിങ്ങൾ, മുആവിയ റളിയല്ലാഹു അൻഹു മനസ്സ് നോക്കൂ നിങ്ങൾ. അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോഴും ആ മനസ്സിൽ വെറുപ്പില്ല, ദേഷ്യമല്ല. എന്തുകൊണ്ട്? അവർ അള്ളാഹനെ അറിഞ്ഞ ആൾക്കാരാ, അള്ളാഹുവിനെ മനസ്സിലാ, ദീൻ അറിഞ്ഞ ആൾക്കാരാണ്. മനുഷ്യന്മാരാണ്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ത്വൽഹ ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തുള്ള ആളാണ്, അലി റളിയല്ലാഹുവിന്റെ എതിർപക്ഷത്താ. ത്വൽഹ റളിയല്ലാഹു മരിച്ച
വാർത്ത കേട്ട് അലി റളിയല്ലാഹു അൻഹു ഓടി വരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മയ്യത്തെടുത്ത് തല തൻ്റെ തുടയിൽ വെച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു കരയാണ്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. ഞാൻ ഈ കാഴ്ച കാണുന്നതിൻ്റെ 20 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹു വിലപിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. ചരിത്രം നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്. റബ്ബിനെ അറിഞ്ഞ, റബ്ബിനെ മനസ്സിലാക്കിയ ആ ആളുകളെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളാൻ, പാഠം ഉൾക്കൊള്ളാൻ, അതേപോലെ റബ്ബിനെ മനസ്സിലാക്കാൻ, നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതവും ഒക്കെ ശുദ്ധീകരിക്കാൻ നമുക്ക് പറ്റണം. മനസ്സിലായി? ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു എന്നുള്ള നാമത്തിൻ്റെ പ്രത്യേകത എന്താ? നിങ്ങൾ ലോകാവസാനം വരെ നിലനിൽക്കുന്ന നാമമാണ് അള്ളാഹു എന്നുള്ള നാമം. ലോകാവസാനം വരെ നിലനിൽക്കുന്ന നാമം. നബി പറഞ്ഞു, ലാ തഖൂമുസ്സാഅ, ലോകം അവസാനിക്കുകയില്ല, ഹത്താ ലാ യുഖാല ഫീഹിൽ അർദു അല്ലാഹ് അല്ലാഹ്, അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്ന ഒരാൾ ലോകത്തുണ്ടെങ്കിൽ ലോകം അവസാനിക്കൂല. ആ നാമം പറയുന്ന ആൾക്കാർ എന്നാണോ ഇല്ലാതെ അന്ന് ലോകം അവസാനിക്കും. അതിനേക്കാൾ എന്തും മഹത്ത ഈ നാമത്തിന് വേണ്ടത്. നമ്മൾ ഇന്ന് പറയുന്ന വിഷയത്തിന് പിന്നെ മഹത്ത വേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഒരുപാട് നാമങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ പരിചയപ്പെടുത്തിയ നാമങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു പറഞ്ഞ നാമം ഏതാ? അള്ളാഹു എന്നുള്ളതാണ്. 2062 തവണ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു എന്ന് ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു. അതേപോലെ തന്നെ 33 ആയത്തുകൾ തുടങ്ങുന്നത് അള്ളാഹു എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ്. ഹദീത്തിൽ റസൂൽ എന്ന പദം ചേർത്ത് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു എന്ന നാമത്തിലേക്കാണ്. ഇതൊക്കെ അള്ളാഹു എന്ന് പറയുന്ന ആ പദത്തിൻ്റെ, ആ നാമത്തിൻ്റെ ശ്രേഷ്ഠതയായിക്കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാൻ പറ്റും. നബിമാർക്ക് വഹി നൽകുമ്പോൾ ആദ്യം പ്രയോഗിച്ച വാചകം എന്താ? ഇന്നനീ അനല്ലാഹ്, ഞാൻ അള്ളയാണെന്നല്ല പറയാം. ഞാൻ ഗഫൂറാണ്, ഞാൻ റഹീമാണ്, ഞാൻ വദൂദാണ് എന്നല്ല, ഞാനാണ് അള്ളാഹു. അങ്ങനെ പറഞ്ഞിട്ടാണ് വഹി നൽകിയിട്ടുള്ളത്. അല്ലേ? സ്വർഗത്തിൻ്റെ താക്കോൽ എന്താ? കലിമയാണ്. ആ കലിമയിൽ വന്ന ഏക അള്ളാഹുവിൻ്റെ നാമം ഏതാ? അള്ളാഹു എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു എന്നുള്ള നാമമാണ് കലിമയിൽ വന്ന ഏക നാമം. ഏത് കാര്യത്തിനും നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന നാമം ഏതാ? അള്ളാഹു എന്നുള്ള നാമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പിന്നെ ഹഫ്സ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം, പ്രയാസം ഉണ്ടായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമഹ കലിമാത്തിൻ തഖൂലുഹുന്ന ഇൻദൽ കർബ് ബാധിച്ചപ്പോൾ, പ്രയാസം ഉണ്ടായപ്പോൾ നബി പ്രാർത്ഥിച്ചു, അല്ലാഹ് അല്ലാഹ് റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. ഒരു അങ്ങേയറ്റത്തെ പ്രയാസം ഉണ്ടാകുമ്പോഴൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താ? അല്ലാഹ് അല്ലാഹ് റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യും? പ്രയാസങ്ങൾ നീങ്ങും. റിസ്ക് നൽകണേന്ന് എങ്ങനെ നമ്മൾ ചോദിക്കുക? റാസിഖായ അല്ലാഹുവേ, അതാണ് അല്ലാഹു എന്ന് പറഞ്ഞ നാമത്തിൻ്റെ മഹത്വം. ഗഫൂറായ അല്ലാഹുവേ, ഗഫൂറായ റബ്ബേ, വദൂദായ റബ്ബേ. അള്ളാഹുവിൻ്റെ ഏത് നാമങ്ങളും നമ്മൾ ചേർത്ത് പറയുന്ന ഏതിലേക്കാണ്? അള്ളാഹു എന്ന് പറയുന്ന ഇസ്മുൽ ജലാലയിലേക്കാണ്. അതാണ് അള്ളാഹു എന്ന് പറയുന്ന ആ വിഷയത്തിൻ്റെ മഹത്വമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിശ്വാസം എന്താ? ഏത് പ്രതിസന്ധികളിലും നമുക്ക് വിശ്വാസമുണ്ടോ, അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ടാകും. നമുക്ക് വിശ്വാസം ഉണ്ട്, അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ടാകും. മൂസാ നബിനെ പടച്ചവൻ എവിടുന്ന് രക്ഷപ്പെടുത്തിയത്? മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിൻ്റെയും അതേപോലെ തന്നെ ചെങ്കടലിൻ്റെയും ഇടയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി. എന്താണ് ആ രംഗം? എന്താണ്? ആളുകൾ പറഞ്ഞ വാചകം ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ കഴിഞ്ഞു, നമ്മളെ കഥ കഴിഞ്ഞു, നമ്മുടെ കഥ കഴിഞ്ഞു എന്ന് അവർ പറഞ്ഞു. അല്ലെ? ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ട തന്നെ. പക്ഷെ മൂസാ നബി പറഞ്ഞ വാചകം എന്താ? ഇന്ന റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചിരുന്ന. അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തും. ദന്നൂൻ പ്രവാചകനെ അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുത്ത എവിടുന്ന? ആഴക്കടലിൻ്റെ ആഴിയിൽ നിന്ന്, മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന്. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ്. പടച്ചവൻ പുറത്തേക്ക് കൊണ്ടുവന്നു. അതേ അള്ളാഹുവിനോടാണ്, അതേ അള്ളാഹു മൂസാ നബിയെ രക്ഷപ്പെടുത്തിയ, ദന്നൂൻ പ്രവാചകനെ രക്ഷപ്പെടുത്തിയ, സൗർ ഗുഹയിൽ പ്രവാചക തിരുമേനിക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും നേരെ ശത്രുക്കൾ നോക്കാതിരിക്കാൻ അവരുടെ കണ്ണുകളെ തെറ്റിച്ച് കളഞ്ഞ അതേ റബ്ബിനോടാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നത്, നമ്മൾ ദുആ ചെയ്യുന്നത്. ആ ബോധം നമുക്ക് ഉണ്ടാകണം. അവരെ രക്ഷപ്പെടുത്തിയ റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തും.
ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുക, അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ അള്ളാഹുവിനെ അറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന അനേകം മനുഷ്യരുണ്ട്, അള്ളാഹു വരെ മോചിപ്പിക്കുമാറാകട്ടെ. ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്ന സഹോദരങ്ങളുണ്ട്, സഹോദരികളുണ്ട്, അള്ളാഹു അവർക്ക് റിസഖ് നൽകുമാറാകട്ടെ. മക്കളില്ലാത്ത സഹോദരികൾക്ക് അള്ളാഹു സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻകും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.